before that, I will share my testimony. അതിനു മുൻപ് ഞാൻ എൻ്റെ സാക്ഷ്യം നിങ്ങളോട് പങ്കുവെക്കാം. From the age of 3, I'm brought up in this mission. എനിക്ക് 3 വയസ്സ് പ്രായമുള്ളപ്പോൾ തന്നെ ഞാൻ ഈ സഭയിൽ വളർത്തപ്പെട്ടു. So I knew all the rules and the regulations of this church. I was brought up strictly by my parents. ഈ സഭയുടെ ചട്ടങ്ങളും നിയമങ്ങളും എല്ലാം എനിക്ക് അറിയാമായിരുന്നു. എൻ്റെ മാതാവിനാൽ വളരെ കർശനമായ രീതിയിലായിരുന്നു ഞാൻ വളർത്തപ്പെട്ടത്. I want you to listen carefully because many of your testimonies will be like my testimony. നിങ്ങളുടെ പലരുടെയും സാക്ഷ്യം എൻ്റെ സാക്ഷ്യത്തെ പോലെയുള്ളതായിരിക്കും. അതുകൊണ്ട് ദയവായി നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. Many of you are born Pentecostals. I was like that. നിങ്ങളിൽ പലരും പെന്തക്കോസ്ത് കുടുംബത്തിൽ ജനിച്ചവരായിരുന്നു. ഞാനും അങ്ങനെ തന്നെ. When I grew up and I saw how my friends were enjoying life, ഞാൻ വളർന്ന ശേഷം എൻ്റെ സുഹൃത്തുക്കൾ ജീവിതം ആസ്വദിക്കുന്നത് കണ്ടപ്പോൾ, and my parents and the church and the sermons will tell, don't watch TV, don't celebrate Diwali, don't burst crackers, don't dress like this, don't do that, don't go here, don't do that. I felt very stuck up and bound in my life. I had no freedom. ഇന്ന കാര്യങ്ങൾ ചെയ്യരുത്, അത് നോക്കരുത്, ദീപാവലിയൊന്നും ആചരിക്കരുത് എന്നൊക്കെയും പറഞ്ഞ് ഇങ്ങനെ മാതാപിതാക്കളും സുവിശേഷ വേലക്കാരും എല്ലാവരും അതിൽ നിന്നും എന്നെ പിന്തിരിച്ചപ്പോൾ എല്ലാ വിധത്തിലും ഞാൻ ഒരു ബന്ധനസ്ഥനായി എനിക്ക് തോന്നി. So I went to church. I went to all the meetings, Bible study, tarrying meetings, Sunday morning service, Sunday evening service, all the meetings. സഭയിൽ നടക്കുന്നതായ എല്ലാ യോഗങ്ങളിലും ഞാൻ കൃത്യമായി പങ്കെടുക്കുമായിരുന്നു. ബൈബിൾ സ്റ്റഡി, കാത്തിരിപ്പ് യോഗങ്ങൾ, മറ്റു ഉപവാസ പ്രാർത്ഥനകളിൽ എല്ലാം കൃത്യമായി പോകുമായിരുന്നു. But I didn't like this church. എങ്കിലും എനിക്ക് ഈ സഭ ഇഷ്ടപ്പെട്ടില്ല. Too strict. കർശനമായ നിയമങ്ങൾ, no freedom, സ്വാതന്ത്ര്യം എന്നതില്ല. all the time don't do this, don't do that, don't do this, don't do that. അത് ചെയ്യരുത്, ഇത് ചെയ്യരുത് എന്ന് മാത്രം എപ്പോഴും പറയുന്നു. So I used to dream, I used to think and imagine maybe one day some pastor will come to the stage and say, now you can do what you like and it will be such a good day for us. I used to think like that. പലപ്പോഴും ഞാൻ ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു, സ്വപ്നങ്ങൾ കാണുമായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ ഒരു പാസ്റ്റർ ഒരു സ്റ്റേജിൽ മുൻപിൽ വന്ന് ഇനി നിങ്ങൾക്ക് ഇന്നിന്റെ പ്രകാരമൊക്കെയും ജീവിക്കാം എന്ന് പറയുകയും അത് എത്ര നല്ലൊരു സുദിനമായിരിക്കും എന്ന് ഞാൻ ചിന്തിക്കുകയും ചെയ്യുമായിരുന്നു. But no pastor came and said that. എന്നാൽ ഒരു പാസ്റ്ററും അങ്ങനെ പറഞ്ഞില്ല. So secretly I started doing wrong things. അതുകൊണ്ട് രഹസ്യമായി ഞാൻ തെറ്റ് ചെയ്യുവാൻ തുടങ്ങി. The sins of today are all advanced now. My sins are all different. ഇന്നുള്ള പാപങ്ങളൊക്കെ വളരെ വികസനം പ്രാപിച്ചവയാണ്. ഞങ്ങളുടെ കാലത്തിൽ എന്ന പോലെ അല്ല. So we had no TV at home. അന്ന് ഞങ്ങളുടെ വീട്ടിൽ ടി വി ഉണ്ടായിരുന്നില്ല. One day I went to my neighbor's house. ഒരു ദിവസം ഞാൻ എൻ്റെ അയൽവാസിയുടെ വീട്ടിൽ ചെന്നു. I ran into the house while just playing, chasing a person. ഒരു വ്യക്തിയെ ഓടിച്ചുകൊണ്ട് ഞാൻ പെട്ടെന്ന് ആ വീട്ടിനുള്ളിലേക്ക് ഓടിക്കയറി. And the TV was on then. അവിടെ ടിവി ഓൺ ചെയ്തിരിക്കുകയായിരുന്നു. Some sports program was doing, some karate program was going on. അവിടെ കരാട്ടെ ആയിരുന്നു ആ സമയത്ത് ആ ടിവിയിൽ കണ്ടുകൊണ്ടിരുന്നത്. I forgot I was chasing the person. I applied the brakes and I started watching. പെട്ടെന്ന് ഞാൻ ഒരാളെ ഓടിച്ചുകൊണ്ടാണ് ആ വീട്ടിൽ കയറിയതെന്നുള്ളത് മറന്ന് ഞാൻ ടെലിവിഷൻ കാണുവാൻ തുടങ്ങി. It was so attractive. I sat there. വളരെ ആകർഷണമായി എനിക്കിത് തോന്നി. ഞാൻ അവിടെ ഇരുന്നു. If my parents come to know I'm watching TV, finished for me. ഞാൻ ടിവി കാണുന്നു എന്നതിന്റെ മാതാപിതാക്കൾ അറിഞ്ഞു കഴിഞ്ഞാൽ കാര്യം തീർന്നു. But I didn't know, in the sound of the TV, my father was calling me from the next house. And I couldn't hear it because of the sound of the television. ഞങ്ങളുടെ വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ എൻ്റെ പിതാവ് എന്നെ വിളിക്കുകയായിരുന്നു. എന്നാൽ ഈ ടെലിവിഷന്റെ സൗണ്ട് നിമിത്തം എനിക്ക് അത് കേൾപ്പാൻ കഴിഞ്ഞില്ല. So he is calling, Teju, Teju. I didn't hear. I was here listening to the TV. താൻ എന്നെ പേര് ചൊല്ലി വിളിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഞാൻ ഇവിടെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് എനിക്കത് കേൾപ്പാൻ സാധിച്ചില്ല. One small girl in that house, she was outside in the compound and she heard my father calling. ആ വീട്ടിലെ ഒരു കൊച്ചുകുട്ടി ആ കോമ്പൗണ്ട് പുറത്ത് നിൽക്കുകയായിരുന്നു. അവൾ ആ ശബ്ദം കേട്ട് എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു. So when she didn't come and tell me, she told my dad, Uncle, he's watching TV, uncle. ആ കുട്ടി എന്നോട് പറഞ്ഞില്ല. ആ കുട്ടി എൻ്റെ പിതാവിനോട് പറഞ്ഞു, അങ്കിൾ അവൻ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന്. Finished. When I went home, വീട്ടിൽ ഞാൻ മടങ്ങി ചെന്നപ്പോൾ my father was waiting there with a big plastic tube in his hand. വലിയൊരു പ്ലാസ്റ്റിക് ട്യൂബുമായിട്ട് എൻ്റെ പിതാവ് എനിക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. Where did you go? നീ എവിടെ പോയി? I knew he knew, so I kept quiet. താൻ അറിഞ്ഞു ഞാൻ എവിടെ പോയെന്ന് എൻ്റെ പിതാവിന് അറിയാമായിരുന്നു എന്ന് എനിക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് ഞാൻ മിണ്ടാതെ നിന്നു. One whack and my legs swelled. ഒറ്റയടിക്ക് തന്നെ എൻ്റെ കാലിലെല്ലാം നീര് വെച്ച് തുടങ്ങി. Will you do that again? ഇനി നീ അത് ചെയ്യുമോ? No, I won't do it again. ഇല്ല ഇനി ഞാൻ ചെയ്യുകയില്ല.
As long as the pain was there, I didn't watch TV. ആ വേദന എൻ്റെ കാലിൽ ഉണ്ടായിരുന്നിടത്തോളം കാലം ഞാൻ ടി വി കണ്ടില്ല. After the pain went off, TV started calling me once again. വേദന എന്നെ വിട്ടുപോയപ്പോൾ ടി വി എന്നെ വീണ്ടും അതിലേക്ക് ക്ഷണിച്ചു. So every evening we'll say, I just go down and talk to my friends and come. എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോൾ ഞാൻ പറയും, ഞാൻ എൻ്റെ കൂട്ടുകാരോടൊപ്പം ചെന്നൊന്ന് സംസാരിച്ചിട്ട് മടങ്ങി വരാം. Innocently my parents let me go. Actually it was to watch TV. എന്നാൽ എന്നെ വിശ്വസിച്ച് എൻ്റെ മാതാപിതാക്കൾ എന്നെ അയച്ചു. വാസ്തവത്തിൽ ഞാൻ ടി വി കാണേണ്ടതിനായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. So before tarrying meeting, while my parents are getting ready, I will have a bath first, go down, watch a Hindi movie, then go for the tarrying meeting. On Sunday night, before going for the Sunday evening service, go down, watch a Tamil movie, then go for Sunday evening service. ശനിയാഴ്ച വൈകിട്ട് കാത്തിരിപ്പ് യോഗത്തിന് മുൻപ് മാതാപിതാക്കൾ ഒരുങ്ങുമ്പോൾ ഞാൻ കുളിച്ച് നേരെ പോയി ഒരു ഹിന്ദി സിനിമ കണ്ടതിന് ശേഷം വന്നൊരുങ്ങും. ഞായറാഴ്ച വൈകിട്ട് അതുപോലെ തന്നെ വൈകിട്ടുള്ളതായ ആരാധനയ്ക്ക് പോകുന്നതിന് മുൻപ് ഞാൻ നേരെ ചെന്നൊരു തമിഴ് സിനിമ കണ്ടതിന് ശേഷം യോഗത്തിന് പോകുമായിരുന്നു. Can't see the full movie because by the time the movie is over, they will honk and say, come for the tarrying meeting. ഒരു സിനിമ പൂർത്തീകരിച്ച് കാണുവാൻ കഴിയില്ല. എന്തുകൊണ്ടെന്നാൽ ആ സമയമാകുമ്പോഴേക്കും മാതാപിതാക്കൾ യോഗത്തിന് പോകേണ്ട സമയമാകും ഒരു വിളിക്കും. But half movie was good enough for me. എന്നാൽ പകുതിയോളം കണ്ടത് മതിയായിരുന്നു. So every week this was going on. ഇത് തന്നെ ആവർത്തിച്ചുകൊണ്ടിരുന്നു. On the other hand, മറുവശത്ത് when I was in standard 5, 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ I started talking bad words, ഞാൻ അസഭ്യം പറയുവാൻ തുടങ്ങി. sharing vulgar jokes with others. അശ്ലീലമായ കാര്യങ്ങൾ മറ്റുള്ളവരുമായി സംഭാഷിക്കുവാൻ തുടങ്ങി. So we were a group of 5-6 boys. 5-6 കൂട്ടുകാർ ഞങ്ങൾ ഒത്തുചേർന്ന്. One day one boy went and told his father that there's a group of boys like this talking bad words, and he mentioned my name to his father. ഒരിക്കൽ ഒരു കുട്ടി എൻ്റെ പിതാവിൻ്റെ അടുക്കൽ ചെന്ന് ഇപ്രകാരം പറഞ്ഞു, ഇങ്ങനെയുള്ളൊരു കൂട്ടുകെട്ടുണ്ട്, 6 പേരാണ് അതിൽ ഉൾപ്പെട്ടിട്ടുള്ളത്, അതിലൊരുവൻ നിങ്ങളുടെ മകനാണെന്ന് ചെന്ന് പറഞ്ഞു. So this father went and told the principal. പിതാവ് ചെന്ന് അത് പ്രിൻസിപ്പലിനെ അറിയിച്ചു. The principal is an old lady. She's about 65 years old. ഒരു വൃദ്ധയായ സ്ത്രീ ആയിരുന്നു. 60 വയസ്സോളം പ്രായമുണ്ടവർക്ക്. She's a foreigner. She was a foreigner. She was from abroad. താനൊരു വിദേശിയായിരുന്നു. And she's so strict. If she gets angry, even her husband will get scared of her, you know. താൻ വളരെയധികം താൻ കോപിച്ചു കഴിഞ്ഞാൽ തൻ്റെ ഭർത്താവ് പോലും അത് ഭയപ്പെടുമായിരുന്നു. അങ്ങനെയൊരു സ്ത്രീയായിരുന്നു അവർ. So one day she called my full class. All the boys in the class had come up to my house. ഒരു ദിവസം ഞങ്ങളുടെ ക്ലാസ്സിലുള്ള എല്ലാ കുട്ടികളെയും അവർ വിളിച്ചു. So all the boys were lined up like that. എല്ലാ ആൺകുട്ടികളും നിരയായി നിന്നു. So she came out of her house. അവർ തങ്ങളുടെ വീട്ടിൽ നിന്നും പുറത്തു വന്നു. She stared at everyone like this. അവരെല്ലാവരെയും തുറച്ചു നോക്കി. Then she looked at me. എന്നെ നോക്കി. You come here. മുൻപോട്ട് വരിക. So I started trembling. I knew something has gone wrong. എന്തോ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് അപ്പോൾ മനസ്സിലായി. Stand here. ഇവിടെ നിൽക്കുക. So I stood next to her. ഞാൻ അവരുടെ അടുക്കൽ ചെന്ന് നിന്നു. Then she looked at another boy. മറ്റൊരു കുട്ടിയെ നോക്കി. You come here. മുൻപോട്ട് വരിക. Stand here. ഇവിടെ നിൽക്കുക. Who else is friendly with Teju? മറ്റാരൊക്കെയാണ് ഈ തേജിനോടുകൂടെ കൂട്ടുകൂടിയിട്ടുള്ളത്? All kept quiet. All my friends kept quiet. എൻ്റെ കൂട്ടുകാരെല്ലാവരും മിണ്ടാതെ നിന്നു. And this other boy is standing next to me. He looked at this principal. Miss, I am not friendly with Teju, miss. എൻ്റെ അടുക്കൽ നിന്നിരുന്നായ ആ പയ്യൻ അപ്പോൾ തന്നെ അവരുടെ പ്രിൻസിപ്പളിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഇല്ല, ഞാൻ തേജിൻ്റെ കൂട്ടുകാരനല്ല എന്ന്. So much for friends. Friends means that's all. കൂട്ടുകാരെന്ന് പറഞ്ഞാൽ അത്രേ മാത്രമേ ഉള്ളൂ. Then after that she turned to me. അതിനുശേഷം അവർ എൻ്റെ നേരെ തിരിഞ്ഞു. So you're talking bad words. അതുകൊണ്ട് നീ ചീത്ത പറയുന്നു. And she started slapping me. അതിനുശേഷം എന്നെ അടിക്കുവാൻ തുടങ്ങി. 30-40 times she slapped me like this. 30-40 പ്രാവശ്യം ഇങ്ങനെ എന്നെ അടിച്ചു. And the funny thing is, while she slapping me, she shouted bad words at me. അതിലും വലിയ രസം എന്തെന്നാൽ അവരെന്നെ ഇങ്ങനെ അടിക്കുന്ന സമയത്തും അവർ തന്നെ അസഭ്യം പറയുന്നുണ്ടായിരുന്നു. So she's going on slapping me. ഇങ്ങനെ അവർ അടിച്ചുകൊണ്ടേയിരുന്നു. And then what she did, she went into the house, she took a mug of water, soap, she washed my mouth because it's full of bad words, and she took a towel and wiped my mouth because it's unclean. അവർ വീട്ടിൽ ചെന്ന് സോപ്പും വെള്ളവുമായി വന്നതിന് ശേഷം എൻ്റെ വായ് സോപ്പ് തേച്ച് കഴുകേണ്ട, എന്തുകൊണ്ടെന്നാൽ എൻ്റെ വായ് അത്രമാത്രം അഴുക്കുള്ളതായിരുന്നു എന്ന്. So
After that, she took my chair and my desk and put it in one corner, separate from the rest of the class, and went to the whole school from class to class and said, no one should talk to Teju, he's unclean. അതിനുശേഷം അവർ ചെയ്തത് എന്തെന്നാൽ എൻ്റെ കസേരയും എൻ്റെ ഡെസ്കും മാത്രം മറ്റുള്ളവരിൽ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അവർ മാറ്റി ഇട്ടതിന് ശേഷം എന്നെ അങ്ങനെ ഒറ്റപ്പെടുത്തിയ ശേഷം സ്കൂളിലെ കുട്ടികളോടെല്ലാം പറഞ്ഞു, ആരും തെജുവിനോട് സുഹൃത്ത് ബന്ധം സൃഷ്ടിക്കരുതെന്ന്. After few days, she joined me back to the rest of the class. Be careful. ചില ദിവസത്തിന് ശേഷം അവർ എന്നെ വീണ്ടും ക്ലാസ്സിലിരുത്തി സൂക്ഷിക്കുക എന്ന് പറഞ്ഞു. After 1 year, I started talking bad words again. ഒരു വർഷത്തിന് ശേഷം വീണ്ടും ഞാൻ ചീത്ത പറയുവാൻ തുടങ്ങി. I'm trying to tell you that only Jesus can save and nothing else can save. ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത് എന്തെന്നാൽ യേശുവിന് മാത്രമേ നിങ്ങളെ രക്ഷിപ്പാൻ കഴിയുകയുള്ളൂ, മറ്റാർക്കും രക്ഷിപ്പാൻ കഴിയുകയില്ല. So after we started talking bad words again, one group of boys in my class, we decided no, we should control this. ഇങ്ങനെ വീണ്ടും അശ്ലീല വാക്കുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ക്ലാസ്സിലുള്ളതായ ഒരു കൂട്ടം ആൺകുട്ടികൾ തന്നെ തീരുമാനിച്ചു, നാം ഇത് പറയരുത്. So here we decided amongst ourselves, hereafter whoever talks bad words, whoever listens to that fellow who's talking bad words can hit him on the head. ഇനി മേലാൽ ആരെല്ലാം ഇങ്ങനെ അശ്ലീല വാക്കുകൾ സംസാരിക്കുന്നു അഥവാ ആരെങ്കിലും സംസാരിക്കുന്നത് കേട്ടാൽ തന്നെ അപ്പോൾ തന്നെ അവരുടെ തലക്കടിക്കണം എന്ന് ഞങ്ങൾ എല്ലാവരും തീരുമാനിച്ചു. All right, agreed. We all agreed. എല്ലാവരും സമ്മതിച്ചു. 2 days nobody spoke. 2 ദിവസം Nobody spoke. ആരും സംസാരിച്ചില്ല. After 2 days, 2 ദിവസത്തിന് ശേഷം one boy forgot and he spoke one bad word. ഒരു കുട്ടി മറന്നുപോയി പെട്ടെന്ന് അബദ്ധവശാൽ സംസാരിച്ചു. Unfortunately, when he spoke that bad word, there were 10 boys around him. അപ്രതീക്ഷിതമായി അവൻ അങ്ങനെ ഒരു വാക്ക് ഉച്ചരിച്ചപ്പോൾ അവന്റെ ചുറ്റും 10 കുട്ടികൾ ഉണ്ടായിരുന്നു. He got 10 knocks on the head. 10 ഇടി കിട്ടി, തലയ്ക്ക് 10 ഇടി കിട്ടി. He got so angry, he shouted all the bad words that day. വളരെ കോപിഷ്ഠനായി വീണ്ടും അവൻ അശ്ലീല വാക്കുകൾ സംസാരിക്കുവാൻ തുടങ്ങി. All the words he knew, he shouted at that time. തനിക്ക് അറിയാവുന്ന വാക്കുകളൊക്കെയും അവൻ പറയുവാൻ തുടങ്ങി. So all this so-called disciplining and punishment could do nothing to correct us. അതുകൊണ്ട് ചിട്ട, ശിക്ഷ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും തന്നെ ഞങ്ങളിൽ ഒരു മാറ്റം വരുത്തുവാൻ സാധിച്ചില്ല. So I didn't like church. I didn't like to go to the meetings. I didn't like to read the Bible. I didn't like to pray. I didn't like the servants of God. സഭ എന്നത് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. ദൈവ ശുശ്രൂഷകർ എന്നത് ബൈബിൾ വായിക്കുക, പ്രാർത്ഥിക്കുക മുതലായ കാര്യങ്ങളോടൊക്കെയും എനിക്ക് വിരക്തി തോന്നി. One day I was going with my friends in a car. ഒരു ദിവസം ഒരു കാറിൽ ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടൊപ്പം യാത്ര ചെയ്യുകയായിരുന്നു. And we stopped for tea. ചായ കുടിക്കേണ്ടതിനായി ഒരു സ്ഥലത്ത് നിർത്തി. Suddenly one servant of God was there in the neighboring shop. തൊട്ടടുത്ത കടയിൽ തന്നെ ഒരു ശുശ്രൂഷ വേലക്കാരൻ നിൽക്കുകയായിരുന്നു. Immediately I ducked inside the car and hid because I didn't want the servant of God to see me. താൻ എന്നെ കാണരുത് എന്ന ഉദ്ദേശത്തോടെ അപ്പോൾ തന്നെ ഞാൻ ആ കാറിനുള്ളിൽ പതുങ്ങിയിരുന്നു. Because if I come out and he sees me, he'll say praise the Lord, and then everybody know, oh, you're Pentecostal, is it? എന്തുകൊണ്ടെന്നാൽ ഞാൻ ഒരു പക്ഷേ എഴുന്നേൽക്കുകയും താൻ എന്നെ കാണുകയും ചെയ്താൽ ഉടനെ തന്നെ താൻ എന്നോട് സ്തോത്രമെന്ന് പറഞ്ഞാൽ മറ്റുള്ളവർ അപ്പോൾ തന്നെ ഞാനൊരു പെന്തക്കോസ്തുകാരനാണെന്ന് അറിയും. So I didn't like them to know that I was a Pentecostal, so I hid. ഞാനൊരു പെന്തക്കോസ്തുകാരനാണെന്ന് മറ്റുള്ളവർ അറിയുന്നതിൽ ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. I didn't like to join this ministry. I wanted to get married. ഈ ശുശ്രൂഷയ്ക്ക് വരുവാനും എനിക്ക് താല്പര്യമില്ലായിരുന്നു. വിവാഹം കഴിക്കാനായിരുന്നു ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നത്. One day one brother, one servant of God came to me, you must come to Zion. ഒരു ദിവസം ഒരു ദൈവ ശുശ്രൂഷൻ എൻ്റെ അടുക്കൽ വന്ന് എന്നോട് പറഞ്ഞു, നീ സിയോനിലേക്ക് വരേണം. I said, brother, please, I'll be in Jerusalem. Now and then I'll come visiting to Zion. ഞാൻ പറഞ്ഞു, ദയവ് ചെയ്ത് എന്നെ ശല്യപ്പെടുത്തരുത്, ഞാൻ യെരൂശലേമായി ജീവിച്ചുകൊള്ളാം, അപ്പോൾ ഞാൻ സിയോനെ ഒന്ന് സന്ദർശിച്ചുകൊള്ളാം. So that's how I was. അങ്ങനെയായിരുന്നു ഞാൻ. One servant of God came to me and said, see, you're born in this mission, you're old enough, you must take baptism. ഈ വിശ്വാസത്തിലാണ് നീ ജനിച്ചതും വളർന്നതുമൊക്കെയും, അതുകൊണ്ട് എത്രയും വേഗം നീ സ്നാനമേൽക്കണമെന്ന് ഒരു ശുശ്രൂഷൻ ഒരിക്കൽ എന്നോട് പറഞ്ഞു. From that day onwards, when the meeting is over, whenever I see that servant of God, I'll run and hide. അന്നേ ദിവസം മുതൽ യോഗം കഴിയുമ്പോൾ ആ പ്രത്യേക ദൈവ ശുശ്രൂഷനെ ഞാൻ കാണുമ്പോൾ തന്നെ പെട്ടെന്ന് അവിടെ നിന്ന് വല്ലവിധേനയും ഓടുവാൻ ശ്രമിക്കും. But in one corner of my heart, I knew I am not right. എന്നാൽ എൻ്റെ ഹൃദയ അന്തർഭാഗത്തിൽ എനിക്ക് അറിയാമായിരുന്നു ഞാൻ ശരിയല്ല എന്ന്. I used to attend youth meetings like this, and when the pastors preach on holiness and all, it used to hit me in my chest. ഇതുപോലെയുള്ളതായ യൂത്ത് മീറ്റിങ്ങിലൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. പാസ്റ്റർമാർ വിശുദ്ധിയെക്കുറിച്ചൊക്കെയും സംസാരിക്കുമ്പോൾ അത് എൻ്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ പതിക്കുമായിരുന്നു. I knew what I am wrong, but I could do nothing to change myself.
ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന് എനിക്ക് അറിയാമായിരുന്നു എങ്കിലും എന്നെ ഇതിൽ നിന്നും ഒരു മോചനത്തിന് വേണ്ടി എനിക്ക് യാതൊന്നും ചെയ്യുവാൻ കഴിയുന്നില്ലായിരുന്നു. I used to pray like this. ഇങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, Lord, I know I am wrong. ദൈവമേ, ഞാൻ തെറ്റിപ്പോയി എന്ന് എനിക്കറിയാം. But I can't change myself. എന്നാൽ എനിക്ക് സ്വതേ എന്നിലൊരു മാറ്റം വരുത്തുവാൻ But സാധ്യമല്ല. if you can change me, for that I surrender. അങ്ങേക്ക് എന്നിലൊരു മാറ്റം വരുത്തുവാൻ സാധിക്കുമെങ്കിൽ അതിനായി ഞാൻ എന്നെ തന്നെ ഏൽപ്പിക്കുന്നു. Slowly God started changing my mind. ക്രമേണ അല്പാൽപമായി ദൈവം എന്റെ മനസ്സിൽ ഒരു മാറ്റം വരുത്തുവാൻ I തുടങ്ങി. started loving the meetings. I started loving the Bible. I started loving the house of God. I started loving the servants of God. യോഗങ്ങൾക്ക് വരുന്നതും ദൈവ ശുശ്രൂഷകരെയും ബൈബിൾ വായിക്കുന്നതും പ്രാർത്ഥിക്കുന്നതൊക്കെയും ഞാൻ സ്നേഹിക്കുവാൻ തുടങ്ങി. And every small meeting I get time, I'll go to church. എനിക്ക് സമയം ലഭിക്കുമ്പോഴൊക്കെയും ഞാൻ സഭയിൽ ദൈവാലയത്തിൽ പോകുമായിരുന്നു. Then I realized it was not the world or the church that was the problem. The problem was in my mind. ലോകമോ സഭയോ ഒന്നുമല്ല ഞാൻ തെറ്റിപ്പോകാനുള്ള കാരണം എൻ്റെ മനസ്സ് തന്നെയാണെന്ന് അപ്പോൾ എനിക്ക് ബോധ്യമായി. So when Jesus started working in my mind, I started loving those things which I hated and I started hating those things which I loved. യേശു എൻ്റെ മനസ്സിൽ പ്രവർത്തിക്കുവാൻ തുടങ്ങിയപ്പോൾ ദോഷത്തെ വെറുക്കുവാനും നന്മയെ തിരഞ്ഞെടുക്കുവാനും ഞാൻ തുടങ്ങി. And this very ministry, I never dreamed I'll come to the ministry. I hated this ministry. I hated servants of God. But see how God changed me. ഈ ശുശ്രൂഷയെ ഞാൻ ഏറ്റവും വെറുത്തിരുന്നു, ദൈവ ശുശ്രൂഷകരെയും ഞാൻ പകച്ചിരുന്നു. എന്നാൽ ദൈവം ചിത്തമായ പ്രവൃത്തി നോക്കുവാൻ ദൈവം എന്നെ ഈ ശുശ്രൂഷയ്ക്ക് കൊണ്ടുവന്നു. When I was about to come for the ministry, ഞാൻ ഈ ശുശ്രൂഷയ്ക്ക് വരാൻ താല്പര്യപ്പെട്ടിരുന്ന സമയത്ത് there were believers who discouraged me. There were servants of God who discouraged me. Hey, don't go for the ministry. സുവിശേഷ വേലയ്ക്ക് പോകരുത് എന്ന് പറഞ്ഞ് പല വിശ്വാസികളും ദൈവ ശുശ്രൂഷകരും എന്നെ അധൈര്യപ്പെടുത്തി. They'll call you, come, then they will start persecuting you. ശുശ്രൂഷയ്ക്ക് വരണമെന്ന് പറഞ്ഞവർ വിളിക്കും, എന്നാൽ പിന്നീട് അവർ തന്നെ നിന്നെ പകയ്ക്കുമെന്ന് പറഞ്ഞു. Then but when I knew God called me, എന്നാൽ ദൈവം എന്നെ വിളിക്കുന്നു എന്ന് എനിക്ക് ബോധ്യമായപ്പോൾ these words of other people did not affect me. മറ്റുള്ളവരുടെ വാക്കുകൾ എന്നെ ബാധിച്ചില്ല. After coming to the ministry, ശുശ്രൂഷയ്ക്ക് വന്ന ശേഷം so many kinds of trials I faced. പല വിധത്തിലുള്ള പരീക്ഷകൾ എനിക്ക് നേരിട്ടു. I have made so many mistakes in my life. പല തെറ്റുകളും എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു. But by the grace of God, I can tell you, not even one day in my mind have I thought that I made a wrong decision. Why did I come to this ministry? I never thought one day like that. എന്നാൽ ദൈവകൃപയാൽ ഞാൻ പറയട്ടെ, ഒരു ദിവസം പോലും ഞാൻ എടുത്ത തീരുമാനം തെറ്റാണ്, ഈ ശുശ്രൂഷയ്ക്ക് ഞാൻ എന്തിനു വന്നോ എന്നൊരിക്കലും ചിന്തിച്ചില്ല. I've been a child when I played with toys. ഞാൻ ചെറുപ്പകാലത്ത് തന്നെ കളിക്കുന്നതായ ഒരു കുട്ടിയായിരുന്നു. I have been a child in my childhood where I could play with toys, where I had a lot of freedom when my parents spoon fed me. ബാല്യകാലത്ത് എനിക്ക് സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. മാതാപിതാക്കൾ എനിക്ക് ആഹാരമൊക്കെയും തന്നെ വളർത്തി പരിപാലിപ്പിച്ചു. ചില പാവകളുമായൊക്കെയും ഞാൻ കളിച്ചു രസിച്ചു. അങ്ങനെ ഒരു കാലം എനിക്കുണ്ടായിരുന്നു. I have been a youth when I have enjoyed so many kinds of youthful lusts. യൗവന മോഹങ്ങളെ ആസ്വദിച്ചതായ ആ യൗവന കാലവും എനിക്കുണ്ടായിരുന്നു. But the best time of my life is when I have served God. എന്നാൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയമെന്ന് പറയുന്നത് ഞാൻ ദൈവത്തെ സേവിക്കുന്ന ഈ സമയം തന്നെ. You will say, yes brother, you have a keyboard to play and you'll go from place to place preaching. That naturally it will be nice. അതെ ബ്രദർ, നിങ്ങൾക്കൊരു കീബോർഡ് ഉണ്ട്, അതുപോലെ വിവിധ സ്ഥലങ്ങളിലായി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയി നിങ്ങൾക്ക് പ്രസംഗിക്കുകയും ചെയ്യാം, അതൊക്കെ നല്ലതാണെന്ന് നിങ്ങൾ പറഞ്ഞേക്കാം. That's only one side you're seeing. അത് നിങ്ങൾ കാണുന്നതിന്റെ ഒരു ഭാഗം മാത്രമാണ്. I've told you I've gone through all problems, all kinds of problems. സകലവിധ പ്രശ്നങ്ങൾ കൂടിയും ഞാൻ പോയിട്ടുണ്ട്. But God has never let me go once. എന്നാൽ ദൈവം ഒരിക്കലും എന്നെ കൈവിട്ടില്ല. Even today I love Jesus. ഇന്നും ഞാൻ യേശുവിനെ സ്നേഹിക്കുന്നു. So there are some of you seated here who have a call from God. ഇവിടെയും ഇരിക്കുന്ന പലർക്കും ദൈവത്തിന്റെ വിളിയുണ്ട്. So I want to tell you first how to hear God's voice. നിങ്ങൾ ദൈവശബ്ദം എപ്രകാരം കേൾക്കണം എന്നതിനെക്കുറിച്ച് ഞാൻ പറയാം. Because many of you don't know what is God's voice. എന്തുകൊണ്ടെന്നാൽ നിങ്ങളിൽ പലർക്കും ദൈവശബ്ദം എന്തെന്ന് അറിയുകയില്ല. Those who have heard God speaking to you, put up your hands. ദൈവം നിങ്ങളോട് സംസാരിച്ചിട്ടുള്ളതായി അഥവാ ദൈവശബ്ദം കേട്ടിട്ടുള്ളവർ കൈകൾ ഉയർത്തിയാട്ടെ. See, no hands have been put up. ഒരു കൈ പോലും ഉയർന്നിട്ടില്ല.
When God speaks to you, He won't speak in the ears. ദൈവം നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ചെവികളിൽ അത് കേൾപ്പാൻ കഴിയില്ല. Now listen carefully. Not even once in my lifetime have I heard God speaking to me in my ears. ദയവായി ശ്രദ്ധിച്ചാട്ടെ, ഒരു പ്രാവശ്യം പോലും എൻ്റെ ജീവിതത്തിൽ എൻ്റെ ചെവിയിൽ ദൈവം എന്നോട് സംസാരിക്കുന്നതായി ഞാൻ കേട്ടിട്ടില്ല. When God speaks, it's a communication. ദൈവം സംസാരിക്കുമ്പോൾ അതൊരു സംഭാഷണമാണ്. What's the time? ഇപ്പോൾ സമയം എത്രയായി? What's the time? Okay, so you know the time now. ഇപ്പോൾ നിങ്ങൾക്ക് സമയം അറിയാം. Did the clock open its mouth and say, it's not a talking clock? ഈ ക്ലോക്ക് ഇതിന്റെ വായ് തുറന്ന് നിങ്ങളോട് സംസാരിച്ചു സമയം ഇത്രയായി നിങ്ങളോട് പറഞ്ഞുവോ? But still it told you the time. എങ്കിലും നിങ്ങളോട് ഇത് സമയം പറഞ്ഞു. So that's called communication. Without opening a mouth and telling you something, it tells you something. അത് സ്വതേ വായ് തുറന്ന് നിങ്ങളോട് പറയുന്നതിന് പകരം നിങ്ങളോട് ഏതോ ഒരു കാര്യം അത് പറഞ്ഞു കഴിഞ്ഞു. ഇതാണ് സംഭാഷണം. So God will not talk from mouth to ear. He will communicate like this clock communicates. വായിൽ നിന്നും നേരിട്ട് ചെവിയിലേക്ക് ദൈവം സംസാരിക്കുന്നില്ല. എന്നാൽ ഇപ്പോൾ ഈ ക്ലോക്ക് നിങ്ങളോട് സംസാരിച്ച് ഈ വിധത്തിൽ തന്നെ ദൈവവും നിങ്ങളോട് സംസാരിക്കുന്നു. So when you're singing a song and a particular line touches you. ഒരു പാട്ട് പാടുമ്പോൾ അതിലേതെങ്കിലും ഒരു വരി നിങ്ങളെ സ്പർശിക്കുന്നു. When you come to a Sunday service and a particular prophecy is directed at you. ഞായറാഴ്ച സഭായത്തിന് വരുമ്പോൾ ഏതെങ്കിലും ഒരു പ്രവചനം നിങ്ങളുടെ മേൽ സ്വാധീനം ചെലുത്തും. When you're reading a Bible and a particular verse leaps out and it's apt for your state. ബൈബിൾ വായിക്കുമ്പോൾ ഏതെങ്കിലും ഒരു വേദഭാഗം നിങ്ങളെ സ്പർശിച്ച് നിങ്ങളുടെ ജീവിതത്തിന് അനുയോജ്യമായി നിങ്ങൾക്ക് തോന്നുന്നു. When you're sleeping in the night and you see a meaningful dream. രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ അർത്ഥവത്തായ ഒരു സ്വപ്നം നിങ്ങൾ കാണുന്നു. That's God's communication. അതത്രേ ദൈവം നിങ്ങളോട് സംസാരിക്കുന്നത്. Now tell me, how many of you have heard God's voice at least once in your life? ഇപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ദൈവശബ്ദം കേട്ടിട്ടുള്ളവർ കൈകൾ ഉയർത്തിയാട്ടെ. Now so many hands are lifted up. പല കൈകളും ഉയർന്നു. Boys, ആൺകുട്ടികൾ, God has never spoken to you through one song or no verse in the Bible has ever touched you. ഒരു പാട്ടിൽ കൂടിയെങ്കിലും ദൈവം നിങ്ങളോട് സംസാരിച്ചിട്ടില്ലേ? വേദപുസ്തകം വായിക്കുമ്പോൾ ഒരു വാക്യം പോലും നിങ്ങളോട് ഇതുവരെയും ഇടപെട്ടിട്ടില്ലയോ? Boys who have said there are songs that have touched me, I have seen meaningful dreams and prophecies have spoken to me, and when I listen to sermons some particular point touches me. If there's something that has touched you like that, put up your hands. ഏതെങ്കിലും ഒരു പാട്ടുകൾ നിങ്ങളെ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ, അർത്ഥവത്തായ ഏതെങ്കിലും സ്വപ്നങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ, പ്രവചനത്തിൽ കൂടിയോ പ്രസംഗത്തിൽ കൂടിയോ ദൈവം നിങ്ങളോട് ഇടപെട്ടതായി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ആൺകുട്ടികൾ ദയവായി കൈകൾ ഉയർത്തിയാട്ടെ. Now more hands are lifted up. ഇപ്പോൾ കൂടുതൽ കൈകൾ ഉയർന്നിട്ടുണ്ട്. This is God's voice. ഇതത്രേ ദൈവശബ്ദം. This is how God communicates. ഈ വിധത്തിലാണ് ദൈവം നിങ്ങളോട് സംസാരിക്കുന്നത്. So hereafter when God speaks to you, take a book and write it down. അതുകൊണ്ട് മേലാൽ ദൈവം നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ ഒരു പുസ്തകം എടുത്ത് അതിൽ എഴുതണം. Get used to God's voice, then He'll start speaking in different ways. ഇങ്ങനെ ദൈവശബ്ദം കേൾക്കുന്നതുമായി അതുമായി നിങ്ങൾ യോജിച്ചു കഴിഞ്ഞാൽ പിന്നീട് പല വിധത്തിലും ദൈവം നിങ്ങളോട് സംസാരിക്കാൻ നിങ്ങൾക്ക് അറിയുവാൻ കഴിയും. So God, you see, all of you here have been brought here with a purpose. ഇവിടെ കൂടി വന്നിട്ടുള്ള എല്ലാവരെയും ഒരു പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയാണ് ദൈവം കൊണ്ടുവന്നിട്ടുള്ളത്. How many of you came for the youth camp? Put up your hands. യൂത്ത് മീറ്റിംഗ് ഈ വർഷം മദ്രാസിൽ യൂത്ത് മീറ്റിംഗിന് എത്ര പേർ പോയി? കൈകൾ ഉയർത്തിയാട്ടെ. So many of you all. പലരും വന്നു. When you filled up your form, നിങ്ങളുടെ ഫോം നിങ്ങൾ പൂരിപ്പിച്ചപ്പോൾ there was a question, what is your ambition in life? നിങ്ങളുടെ ജീവിത ലക്ഷ്യം എന്ത് എന്നൊരു ചോദ്യം ഉണ്ടായിരുന്നു. What would most of you have written? നിങ്ങളിൽ കൂടുതൽ പേരും എന്തായിരിക്കും അതിൽ എഴുതിയത്? To do the will of God. ദൈവേഷ്ടം ചെയ്യേണ്ടതിന്. What is that? എന്താണത്? What is that will of God? ദൈവേഷ്ടം എന്ത്? The most you will know is you must come to church, you must pray all the time, wear white clothes on Sunday, study in Sunday school, and then pray God for a good job, then for a marriage, and then come to church, get filled in the Spirit, and then become like Jesus and go. ഞായറാഴ്ച സഭയങ്ങളിൽ വരിക, വെള്ളവസ്ത്രങ്ങൾ ധരിക്കുക, പാട്ടുപാട്ടുകൾ പാടുക, ദൈവത്തെ ആരാധിക്കുക, അതിനുശേഷം നല്ലൊരു ജോലി സമ്പാദിക്കുക, വിവാഹസ്ഥനായി തീരുക, കർത്താവ് വരും, നാം പറന്നു പോകും. ഇങ്ങനെയായിരിക്കും നിങ്ങൾക്കുള്ള ധാരണ. Then when Jesus comes, fly away. യേശു വരുമ്പോൾ നാം പറന്നു പോകും. After that, will of God is over. അതിനുശേഷം അതോടുകൂടി ദൈവ ഇഷ്ടം അവസാനിക്കുന്നു. Let me tell you, there is a plan of God about you even after death. എന്നാൽ നിങ്ങളുടെ മരണത്തിന് ശേഷവും നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. What do you think you're going to do in heaven? സ്വർഗ്ഗത്തിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു? I used to imagine about heaven when I was young. എൻ്റെ ബാല്യകാലത്ത് സ്വർഗ്ഗത്തെക്കുറിച്ച് ഞാൻ ഇങ്ങനെ സങ്കല്പിക്കുമായിരുന്നു. I'll ask you, what will you in heaven?
You're not going to brush your teeth. സ്വർഗത്തിൽ നിങ്ങൾ പല്ല് തേക്കുന്നില്ല, You're not going to have a bath. നിങ്ങൾ കുളിക്കുന്നില്ല. No physics, no chemistry, no mathematics, and no biology in heaven. You're not going to study. ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ബയോളജി ഇവയൊന്നും സ്വർഗത്തിലില്ല, പഠിക്കാൻ പോകുന്നതുമില്ല. You won't wake up in the morning and go to office and then come back in the evening. അതിരാവിലെ നിങ്ങൾ എഴുന്നേറ്റ് ഓഫീസിൽ പോവുകയും വൈകുന്നേരത്ത് മടങ്ങി വരികയും ചെയ്യുന്നില്ല. What are you going to do in heaven? സ്വർഗത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുവാൻ പോകുന്നു? Can anyone say? ആർക്കെങ്കിലും പറയാമോ? What are you going to do in heaven? സ്വർഗത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുവാൻ പോകുന്നു? Huh? Some are saying, I'm going to praise God. ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുമെന്ന് ചിലർ പറയുന്നു. Okay, shall we praise God now for 1 hour? ശരി, ഇപ്പോൾ നമുക്ക് 1 മണിക്കൂർ ദൈവത്തെ സ്തുതിക്കാം. 1 hour? 1 മണിക്കൂറോ? But you're going to go there and praise God forever and ever, not 1 hour. എന്നിട്ടാണോ സ്വർഗത്തിൽ നിങ്ങൾ 1 മണിക്കൂറല്ല, നിത്യം ദൈവത്തെ സ്തുതിക്കാൻ പോവുകയാണ്. Morning 4 to 5 praising itself. രാവിലെ പ്രഭാതത്തിലുള്ള സ്തോത്രാരാധന 4 മണി തൊട്ട് 5 മണി വരെ. അപ്പോൾ തന്നെ And you're going to go to heaven and say praise the Lord, 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 praise forever and ever. Is that not boring? എന്നിട്ടാണോ നിങ്ങൾ സ്വർഗത്തിൽ ചെന്ന് നിത്യം സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ പോകുന്നത്? നിങ്ങൾക്ക് മടുപ്പ് തോന്നുകയില്ലയോ? So when I was thinking of heaven like this, I used to get very scared. That's all heaven, is it? സ്വർഗത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ച് അമ്പരന്ന് പോയിട്ടുണ്ട്. ഇങ്ങനെ ഇതാണോ സ്വർഗത്തിൽ നാം ചെയ്യാൻ പോകുന്നതെന്ന്. There is a story. ഒരു കഥയുണ്ട്. One angel met a man. ഒരു ദൂതൻ ഒരു വ്യക്തിയെ സന്ദർശിച്ചു. I'm going to show you heaven and hell. ഞാൻ നിന്നെ സ്വർഗവും നരകവും കാണിക്കുവാൻ പോകുന്നു. Then you can make your choice which you want. അതിനുശേഷം നിനക്ക് തന്നെ തീരുമാനമെടുക്കാം, നിനക്ക് സ്വർഗം വേണമോ നരകം വേണമോ എന്ന്. So the man was very happy. ആ മനുഷ്യൻ വളരെ സന്തോഷവാനായിരുന്നു. So I will show you hell first. ആദ്യം ഞാൻ നരകം കാണിച്ചു തരാം. So the angel took this man in a lift. ദൂതൻ തന്നെ ഒരു ലിഫ്റ്റിൽ കയറ്റി. The lift went down many kilometers. ആ ലിഫ്റ്റ് അനേകം കിലോമീറ്ററുകൾ താഴേക്ക് പോയിക്കൊണ്ടിരുന്നു. Suddenly the lift stopped. പെട്ടെന്ന് ആ ലിഫ്റ്റ് നിലച്ചു. The angel told that man, see, now I'm going to show you hell. ദൂതൻ ആ വ്യക്തിയോട് പറഞ്ഞു, ഇപ്പോൾ തന്നെ നോക്കുക, ഞാൻ നിനക്ക് നരകം എന്തെന്ന് കാണിച്ചു തരാം. The door opened. വാതിൽ തുറക്കപ്പെട്ടു. When the man looked out, he got a shock. ആ വ്യക്തി നോക്കിയപ്പോൾ താൻ അമ്പരന്ന് പോയി. It's a huge playground. വലിയൊരു മൈതാനം. Many were playing cricket there. പലരും അവിടെ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്നു. And in that place there was a kind of internet cafe, many young boys and girls sitting together and having fun. അതിന് അരികിൽ തന്നെ ഒരു ഇന്റർനെറ്റ് കഫേ ഉണ്ടായിരുന്നു. പല ആൺകുട്ടികളും പെൺകുട്ടികളും ഒന്നിച്ചിരിക്കുകയായിരുന്നു. On this side there was a cinema theater and people were watching movies. മറുവശത്ത് ഒരു സിനിമ തിയേറ്റർ ഉണ്ടായിരുന്നു, പലരും സിനിമ കാണുന്നു. And in the center there was a man in coat and suit, and he looked at this man and said, welcome, come. കോട്ടും സ്യൂട്ടുമൊക്കെയും ധരിച്ച ഒരു മനുഷ്യൻ മധ്യഭാഗത്ത് നിൽക്കുന്നു. താൻ ഇവരെ കണ്ടപ്പോൾ വരിക, സ്വാഗതം എന്ന് പറഞ്ഞു. Then this man asked that man in coat and suit, is this hell? ഇതാണോ നരകം എന്ന് ഈ വ്യക്തി ആ കോട്ടും സ്യൂട്ടുമൊക്കെയും ധരിച്ചു നിന്ന വ്യക്തിയോട് ചോദിച്ചു. Yes, this is hell. Come. അതെ, ഇത് തന്നെയാണ് നരകം, വരിക. Who are you? നിങ്ങൾ ആര്? I am Satan. ഞാനാണ് സാത്താൻ. So you are Satan. നിങ്ങൾ സാത്താനോ? You look so handsome. നിങ്ങളെ കാണുവാൻ വളരെ നല്ല ഭംഗിയുണ്ടല്ലോ. And that's what people have made so many misunderstandings about hell and me. But this is hell. Come. അതുകൊണ്ടാണ് പലരും പല തെറ്റിദ്ധാരണകളിൽ കുടുങ്ങിപ്പോയത്. എന്നാൽ ഇത് തന്നെയാണ് നരകം, ഇവിടേക്ക് വരിക. So this young man looked around hell. ഈ യുവാവ് ചുറ്റും നരകത്തിന് ചുറ്റും നോക്കി. I thought something different. ഞാൻ ഇതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് ഞാൻ ചിന്തിച്ചിരുന്നത്. The angel called him and said, time up, come, I'm going to show you heaven now. അപ്പോൾ തന്നെ ഈ ദൂതൻ പറഞ്ഞു, മതി, സമയമായി, ഞാൻ നിന്നെ സ്വർഗം കാണിച്ചു തരാമെന്ന്. They went back into the lift. അങ്ങനെ വീണ്ടും അവർ ലിഫ്റ്റിൽ കയറി. Went up many kilometers. ഉയരങ്ങളിലേക്ക് വളരെയധികം കിലോമീറ്ററുകൾ പോയി. The lift stopped. ആ ലിഫ്റ്റ് അവിടെ നിന്നു. Now I'm going to show you heaven. ഞാൻ നിന്നെ സ്വർഗം കാണിക്കുവാൻ പോകുന്നു. The door opened. വാതിൽ തുറക്കപ്പെട്ടു. This man went out. ഈ വ്യക്തി അകത്ത് കടന്നു. And one angels were crying towards God, holy, holy, holy. പരിശുദ്ധൻ 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 എന്ന് ദൂതന്മാർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടേയിരുന്നു. In another place, saints of God were sitting together and saying, praise the Lord, praise the Lord. മറ്റൊരു വശത്ത് വിശുദ്ധന്മാർ ഒന്നിച്ചു കൂടിയിരുന്ന് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടേയിരുന്നു. And this glory and light all over the place. ആ സ്ഥലത്തെങ്ങും ദൈവ തേജസ്സിന്റെ പ്രകാശം വീശിക്കൊണ്ടിരുന്നു. Then after having a look, the angel called him. അങ്ങനെ അവിടെയെല്ലാം കണ്ടതിന് ശേഷം ആ ദൂതൻ അവനെ മടക്കി വിളിച്ചു. What's your choice?
നീ ഏത് തിരഞ്ഞെടുക്കുന്നു? Do you like heaven or do you like hell? സ്വർഗമാണോ നരകമാണോ നിനക്ക് ഇഷ്ടപ്പെട്ടത്? This man said, ഈ വ്യക്തി പറഞ്ഞു, heaven is nice, സ്വർഗം നല്ലതാണ്, but I think hell is a little better. എന്നാൽ നരകം അല്പം കൂടി നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. So what's your choice now? നിന്റെ തിരഞ്ഞെടുപ്പ് ഏത്? I like to be in heaven, സ്വർഗത്തിൽ ഇരിക്കുവാൻ എനിക്ക് ഇഷ്ടമാണ്, but I think I can better go to hell. എന്നാൽ അതിലും നല്ലത് നരകത്തിൽ പോകുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. Okay, make your choice. ശരി, നിന്റെ തിരഞ്ഞെടുപ്പിൻ പ്രകാരം നടക്കട്ടെ. So they went back in the lift, down many kilometers. വീണ്ടും അനേക കിലോമീറ്ററുകൾ താഴേക്ക് അവർ ലിഫ്റ്റിൽ വന്നു. Hell has come. നരകം എത്തി. The door opened. വാതിൽ തുറന്നു. When he looked out, താൻ നേരെ നോക്കിയപ്പോൾ there was no cricket ground. അവിടെ ക്രിക്കറ്റ് ഗ്രൗണ്ട് ഇല്ലായിരുന്നു. There was no internet cafe. അവിടെ ഇന്റർനെറ്റ് കഫേ ഇല്ലായിരുന്നു. No cinema theater. സിനിമാ തിയേറ്ററും ഇല്ലായിരുന്നു. Everything was black. എല്ലാ സ്ഥലവും ഇരുണ്ടിരുന്നു. Stinking smell, smoke. ദുർഗന്ധം, പുക വമിക്കുന്നതായ ദുർഗന്ധം എല്ലായിടത്തും ഉണ്ടായിരുന്നു. And there, sitting there in front of him a little far away, was a black dirty image with a huge tail and two horns. അല്പം വിദൂരത്തായി തന്നെ ഒരു കറുത്ത മനുഷ്യൻ രണ്ട് കൊമ്പുകളോടുകൂടി ഒരു വാലോടുകൂടി ഇരിക്കുന്നത് താൻ കണ്ടു. What is this? ഇതെന്താണ്? This was not what I saw in the beginning. ഇതല്ലല്ലോ ഞാൻ ആദ്യം കണ്ടത്. Satan looked at me. Come. സാത്താൻ അവനെ നോക്കി അങ്ങോട്ട് വരിക എന്ന് വിളിച്ചു. I don't agree to this. ഇല്ല, ഇതിനോട് എനിക്ക് യോജിപ്പാൻ കഴിയില്ല. How can you show me something else and bring me somewhere else? ആദ്യം മറ്റൊരു കാര്യം എന്നെ കാണിക്കുകയും പിന്നീട് വേറൊരു സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുവരികയും ചെയ്യുന്നത് എന്തുകൊണ്ടെന്ന് താൻ ചോദിച്ചു. Don't you know I am Satan? നിനക്കറിയുകയില്ലേ ഞാൻ സാത്താനാണെന്ന്? What you saw that time was my recruiting office. ആദ്യം നീ കണ്ടത് എനിക്ക് ഞാൻ മറ്റുള്ളവരെ നിയമിക്കുന്നതിനുള്ള സ്ഥലമാണ്. This is my factory. എന്നാൽ ഇതാണ് എൻ്റെ ഫാക്ടറി. Now welcome to my factory. This is where you're going to be forever and ever. എൻ്റെ ഫാക്ടറിയിലേക്ക് സ്വാഗതം. എന്നേക്കുമായി ഇവിടെയാണ് നീ വസിക്കുവാൻ പോകുന്നത്. So you can't go away from here. നിനക്ക് ഇവിടെ നിന്നും രക്ഷപ്പെടുവാൻ സാധ്യമല്ല. So you see the deception in which Satan is deceiving people today. പിശാച് ഇന്ന് മനുഷ്യനെ വഞ്ചിക്കുന്നതായ ആ രീതി നിങ്ങൾ നോക്കുവിൻ. Showing you so many good things, attractive things, making you go after them only to throw you into hell at the end of it all. പല നല്ല കാര്യങ്ങളും ആകർഷകമായ വസ്തുക്കളൊക്കെയും നിങ്ങളെ കാണിച്ച് പിശാച് വഞ്ചിക്കുന്നത് നരകത്തിലേക്ക് കൊണ്ടുപോകുക എന്ന ഏക ഉദ്ദേശത്തോടു കൂടെ മാത്രമാണ്. On the other hand, മറുവശത്ത് don't think that when you go to heaven you'll be saying praise the Lord, praise the Lord, praise the Lord. That's just one part of heaven. സ്വർഗ്ഗത്തിൽ ചെല്ലുമ്പോൾ എപ്പോഴും സ്തോത്രം സ്തോത്രം എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കാം എന്ന് ചിന്തിക്കേണ്ട. അത് സ്വർഗ്ഗത്തിന്റെ ഒരു ഭാഗം മാത്രം. It's so beautiful. സ്വർഗ്ഗം മനോഹരമാണ്. Not one person who goes to heaven will look at heaven and say, is this all? I thought something big. No one will say that. ഇതാണോ സ്വർഗം, ഇത്രയുമേ ഉള്ളൂ, ഇത് ഇങ്ങനെയല്ല ഞാൻ സ്വർഗത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്നതെന്ന് സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു വ്യക്തി പോലും പറയുകയില്ല. In fact, you listen to the testimonies of people who have gone to heaven and come back. Everyone will say, I didn't want to come back. സ്വർഗവും നരകവും കണ്ടിട്ടുള്ളതായ സാക്ഷികൾ പ്രസ്താവിക്കുന്നവരോട് നിങ്ങൾ ചോദിച്ചാൽ അവരിൽ ആരും സ്വർഗത്തിൽ നിന്നും മടങ്ങി വരുവാൻ ഇഷ്ടപ്പെടുന്നവരല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. Listen carefully. When you say plan of God, will of God, it's not only about this world, it's also after this world. ദയവായി ശ്രദ്ധിച്ചട്ടെ. ദൈവേഷ്ടം, ദൈവത്തിന്റെ വഴി എന്നൊക്കെ നാം പറയുമ്പോൾ അത് ഈ ലോകത്തിൽ ഒതുങ്ങുന്ന ഒന്നല്ല, മരണാനന്തരം അത് തുടരുന്നതാണ്. God has a plan of you in heaven also. നിങ്ങളെ കുറിച്ച് ഒരു പദ്ധതി ദൈവത്തിന് സ്വർഗത്തിലുമുണ്ട്. There are so many verses in the Bible to prove it, but no time. ഇത് തെളിയിക്കുവാൻ പല വചനങ്ങളും വേദപുസ്തകത്തിലുണ്ട്, എന്നാൽ സമയമില്ല. The what we call the suffering part of God's will, or the bad part of God's will, so to say, is only in this lifetime. ദൈവേഷ്ടത്തിൽ കഷ്ടത എന്ന് പറയുന്ന ആ ഭാഗം അഥവാ ദുർദിവസങ്ങൾ എന്ന് പറയുന്ന ആ ഭാഗം ഈ ലോകത്തിൽ വെച്ച് മാത്രമുള്ളതാണ്. But if you do this part faithfully, ഈ ഭാഗം നിങ്ങൾ വിജയകരമായി പൂർത്തീകരിച്ചാൽ, when you run into eternity, നിത്യതയിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ, eye has not seen nor ear heard, neither has man's heart imagined the beautiful things you're going to see. നിങ്ങൾ അവിടെ ചെന്ന് കാണുവാൻ പോകുന്ന മനോഹരമായ കാഴ്ചകൾ കണ്ണു കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. You know, all the sacrifices that I have had to make for coming to this ministry, it's so easy to give up these things because what I'm going to get is so much more. ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ വരുമ്പോൾ ഞാൻ സഹിക്കേണ്ട കഷ്ടങ്ങൾ, ഞാൻ പരിത്യജിക്കേണ്ട കാര്യങ്ങളൊക്കെയും വളരെ ലഘുവായതാണ്. എന്തുകൊണ്ടെന്നാൽ അത്ര മഹത്തായ ഒരു അനുഭവമാണ് ഞാൻ സ്വർഗത്തിൽ ചെന്ന് പ്രാപിക്കുവാൻ പോകുന്നത്. I want to say something very sad. വളരെ ദുഃഖകരമായ ഒരു കാര്യം ഞാൻ പറയട്ടെ. If you look at our church,
and many other churches, even the Roman Catholic Church, so many nuns, so many fathers who have lived celibate lives, and so many of our servants of God of the higher age, they're all from Kerala, most of them. നമ്മുടെ സഭയും മറ്റ് കത്തോലിക്ക സമുദായമൊക്കെ നാം ശ്രദ്ധിച്ചാൽ പ്രായം ചെന്നവരും വിശുദ്ധമായൊരു ജീവിതം നയിച്ചവരുമായ കന്യാസ്ത്രീകളും പുരോഹിതന്മാരെയുമൊക്കെ നാം ശ്രദ്ധിക്കുമ്പോൾ വാസ്തവമായും അവരെല്ലാവരും കേരളത്തിൽ നിന്നുള്ളവരാണ്. But now unfortunately so much of convenience and money and luxury has come in, that sacrificial mind is gone. എന്നാൽ ഇന്ന് സകലവിധ സൗകര്യങ്ങളുടെയും ഒക്കെയും ആ പണത്തിന്റെയും സമൃദ്ധി നിമിത്തം ഇവയെല്ലാം ഇന്ന് നഷ്ടപ്പെട്ടു. But God's plan has not changed. എന്നാൽ ദൈവത്തിന്റെ പദ്ധതിക്ക് മാറ്റം വന്നില്ല. We need servants of God. നമുക്ക് ദൈവ ശുശ്രൂഷകർ ആവശ്യം. We need sacrificial people once again from this land. ത്യാഗപരമായ ശുശ്രൂഷകരെ നമുക്ക് ഈ ദേശത്തിൽ നിന്നും ആവശ്യം. We need people who will boldly lay down their lives for Jesus. തങ്ങളുടെ ജീവനെ യേശുവിന് വേണ്ടി ധൈര്യത്തോടുകൂടെ കൊടുക്കുവാൻ സന്നദ്ധരായ വ്യക്തികളെ നമുക്ക് ഇവിടെ നിന്നും ആവശ്യം. I told you I hated this church, I hated this ministry. ഈ സഭയും ഈ ശുശ്രൂഷയും പകച്ച വ്യക്തിയാണ് ഞാൻ. But God changed my mind. എന്നാൽ എൻ്റെ മനസ്സ് ദൈവം മാറ്റി. In the same way there are some chosen people amongst us. അവണ്ണം തന്നെ നമ്മുടെ യുവജനങ്ങളുടെ ഇടയിലും തിരഞ്ഞെടുക്കപ്പെട്ടവരായ ചിലരുണ്ട്. Shall we close our eyes? നമുക്ക് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം. The Lord wants to speak to you. ദൈവം നിങ്ങളോട്